സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വറ്റി വരണ്ടിരിക്കുകയാണ്. കാര്യമായ രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് അവിടെ നിന്ന് വരുന്നില്ല. റീസെൻ്റ്ലി ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ മലയാളി താരമായിട്ടുള്ള ശ്രീകുട്ടൻ്റെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അനൗൺസ്മെൻറ്റ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരൊറ്റ ന്യൂസ്, ആ ഒരൊറ്റ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വെച്ച് ചറ സ്റ്റോറീസും പോസ്റ്റുകളാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ റിസോർട്ട് ടീമിൽ നിന്ന് വന്ന സ്റ്റാർ ആയിട്ടുള്ള ടീമിന് വേണ്ടി ഒരുപാട് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ആ ഒരു ലിസ്റ്റിലേക്ക് ഇതുവരെയും എത്താത്ത, അല്ലെങ്കിൽ ആ ഒരു പേരിലേക്ക് ഇതുവരെ എത്താത്ത ഒരു പ്ലെയറാണ് ശ്രീകുട്ടൻ എന്ന് പറയാം. നമുക്കറിയാം, ഒരുപാട് ചാൻസുകളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിൽ. ഇപ്പോൾ ISL വരാണെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ സ്ക്വാഡിൽ ഉണ്ടായിട്ടും കളിക്കാൻ അവസരമൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ പറ്റി സംസാരിക്കണമെന്ന് എനിക്ക് കൂടുതൽ തോന്നാൻ കാരണം റീസെൻ്റ്ലി സൂപ്പർ കപ്പിലെ അതിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഒരു സീസണിൽ അല്ലെങ്കിൽ കിട്ടിയ ഒരു അവസരം വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം കളിച്ചത്. നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല, മോഹൻ ബഗാൻ്റെ റിസോർട്ട് ടീമിനെതിരെ നമ്മളെ തോറ്റ മാച്ച് ഉണ്ട്. പക്ഷേ ആ മാച്ചിൽ എനിക്ക് തോന്നുന്നു 55ാമത്തെ മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന് 35 മിനിറ്റാണ് അദ്ദേഹം റെഗുലർ ടൈമിലും പിന്നെ ഇഞ്ചുറി ടൈമിലായിട്ട് ആ ഒരു ഗെയിമിൽ കളിക്കുന്നത്. പക്ഷേ ഒരു വലിയ ഇമ്പാക്റ്റ്, ഒരു ചേഞ്ച്, ഒരു ഗെയിം ചേഞ്ചിങ് എന്നൊക്കെ പറയാൻ പാകത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആ ഒരു മാച്ചിൽ അതിന് സാധിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അത്തരത്തിലൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു അവസരം എങ്ങനെയെങ്കിലും യൂസ് ചെയ്യണം, ആ ഒരു രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റി, ആ ഒരു ഇൻറ്റൻഷൻ, ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും പല സമയത്തും അദ്ദേഹം വളരെയധികം ഇറങ്ങി വന്ന് പന്ത് റിസീവ് ചെയ്ത് ചോദിച്ച് വാങ്ങുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പന്ത് ക്യാരി ചെയ്യാനും ഇൻസൈഡിലേക്ക് പാസുകൾ കൊടുക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ ആ ഒരു മാച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മാച്ച് നമ്മൾ വീണ്ടും കാണുമ്പോഴും ശ്രീകുട്ടൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ആ ഒരു മാച്ചിൽ അവസരം കിട്ടിയതിന് ശേഷം ആ ഒരു എൻ്റയർ മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടി കൂടുതൽ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടേക്കാണ് ഈ പറഞ്ഞ ഒരു പൊട്ടൻഷ്യലുള്ള പ്ലെയർ, നമുക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ, അവസരം കിട്ടാത്തത് കൊണ്ട് മാത്രം ബെഞ്ചിൽ വേസ്റ്റായി പോകുന്ന ഒരു ടാലൻറ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ശ്രീകുട്ടന് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനിൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. അതിന് കൂടുതൽ അവസരം കിട്ടണം എന്നുള്ളതാണ് എൻ്റെ നിലവിലുള്ള ഒരു ആഗ്രഹവും. കാരണം റീസെൻ്റ്ലി ഈ പറഞ്ഞ ഒരു സ്ട്രൈക്കറാണ്, ഒരു സെൻറ്റർ ഫോർവേഡാണ്, ഒരു ഇന്ത്യൻ സെൻറ്റർ ഫോർവേഡിന് ഒരു ISL ടീമിൽ ചാൻസ് കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്ന് റെഡിയായി പോപ്പുലറായി വരിക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഫോറിൻ സ്ട്രൈക്കേഴ്സിനെയാണ് ഒട്ടുമിക്ക എല്ലാ ക്ലബ്ബുകളും യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഈ പറഞ്ഞ കഴിഞ്ഞ സീസണിൽ സൂപ്പർ കപ്പിൽ ഹേസൂസും പെപ്രയും ഉണ്ടായിരിക്കുകയാണ് കട്ടാല ഈ പറഞ്ഞ ശ്രീകുട്ടൻ എന്ന് പറയുന്ന പ്ലെയറിന് ഒരു അവസരം കൊടുക്കുന്നത്. അതേമാതിരി ഒരു മാച്ചിന് വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഗെയിംസിൽ ഒരു സെൻറ്റർ ഫോർവേഡ് ഫ്രണ്ടിൽ നിന്ന് പന്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു രീതിയേക്കാൾ കൂടുതൽ പോസ്റ്റിനിങ്ങിൽ അദ്ദേഹത്തെ നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് വിങ്ങുകളിൽ അദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നു. ഈ പറഞ്ഞ ഹേസൂസും പെപ്രയൊക്കെ സെൻട്രലിൽ വരുമ്പോൾ ഇദ്ദേഹത്തെ ഒരു വിങ്ങർ, ഒരു റൈറ്റ് വിങ്ങർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നത്. അല്ലെങ്കിൽ ഏതൊരു സ്ട്രൈക്കർ ഇറങ്ങുമ്പോഴാണ് അദ്ദേഹം ആ ഒരു ഫ്രണ്ടിലേക്ക് വന്നിരുന്നത്. പക്ഷേ എന്തായാലും ആ ഒരു ഇൻറ്റൻഷൻ, ഈ പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പന്ത് ഇറങ്ങി വന്ന് പന്ത് വാങ്ങിച്ച് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം, അത് അദ്ദേഹം നല്ല രീതിയിൽ ആ ഒരു മാച്ചിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് ആ ഒരു മാച്ചിൽ എനിക്ക് തോന്നുന്നു ചാൻസസ് ക്രിയേഷൻ്റെ കാര്യത്തിൽ വളരെ നല്ലൊരു കണക്കിലേക്ക് ശ്രീകുട്ടന് വരാനും സാധിച്ചിരുന്നു. ആ ഒരു മാച്ചിൽ 55ാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം 64ാമത്തെ മിനിറ്റിൽ ഞാൻ പറഞ്ഞ അതേ പാറ്റേണിൽ റെസ്പോൺസിബിൾ ആയിട്ട് ഇറങ്ങി വന്ന് പന്ത് ചോദിച്ച് വാങ്ങിച്ചിട്ട് ഹേസൂസിലേക്ക് ഒരു ഹൈ ബോൾ അദ്ദേഹം കളിക്കുന്നുണ്ട്. ആ ഒരു ബോളാണ് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സെൻറ്റർ ഫോർവേഡ് ഫ്രണ്ടിൽ നിന്ന് പന്ത് വാങ്ങുക, അതിനേക്കാൾ കൂടുതൽ ഒരു വെറൈറ്റി ഗെയിം സ്റ്റൈൽ ഇതിന് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് തരാൻ കാരണം ആ ഒരു പാസ് അതുവരെ, ആ ഒരു മാച്ചിലെ അതുവരെ എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു ചാൻസ് ഈ പറഞ്ഞ ഒരാൾക്കും മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അങ്ങനെ കൊടുക്കണമെന്നുള്ള റിയൽ ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇറങ്ങി വന്ന ഒരു പന്ത് കൊടുക്കുന്നത്. അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോൾ കൃത്യമായ രീതിയിൽ ആ ഒരു ഹൈ ബോളിൻ്റെ ആ ഒരു ഡിപ്പും ആ ഒരു ഹൈ ബോളിൻ്റെ ആ ഒരു ക്വാളിറ്റിയെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഒരുപാട് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഹൈ ബോൾ കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോളാണ്, നിങ്ങൾക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ടൈപ്പ് ഓഫ് ഒരു ബോൾ ഹേസൂസിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഫിനിഷിംഗ് നന്നായിരുന്നെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ആ ഒരു ഗോൾ സ്കോർ ചെയ്ത് കളിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവസരമാണ് അവിടെ ശ്രീകുട്ടൻ ഹേസൂസിലേക്ക് എത്തിക്കുന്നത്. അത് ഒന്നാമത്തേത്. അതിനുശേഷം വീണ്ടും കളി പുരോഗമിക്കുമ്പോൾ 70ാമത്തെ മിനിറ്റിൽ വീണ്ടും ഇതേ രീതിയിൽ തന്നെ അദ്ദേഹം റെസ്പോൺസിബിൾ ആയിട്ട് പന്ത് വാങ്ങിക്കുന്ന ഒരു സെനാരിയോ നമുക്ക് കാണാൻ പറ്റും. അവിടെ അതിൻ്റെ സ്പേസ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ പോസിഷനിങ് ആണ് അവിടെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. 2 പ്ലേയേഴ്സ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലുണ്ട്. ആ 2 പ്ലേയേഴ്സിനും ഇടയിൽ നിന്ന് കൃത്യമായ രീതിയിൽ ഒരു പാസിംഗ് പാത്ത് ഓപ്പൺ ആക്കി എടുക്കുന്നത് ശ്രീകുട്ടനെ കാണാൻ സാധിക്കും. അദ്ദേഹം ആ ഒരു പാസ് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. ആ പാസ് അതിന് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ പാസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു നല്ല രീതിയിലുള്ള ഒരു പാസ് പെപ്രയിലേക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട്. അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു പെപ്ര ഒരു ഷോട്ട് എടുക്കുന്ന രീതിയിലേക്ക് ആ ഒരു പാസ് വീണ്ടും ചെന്ന് അവസാനിക്കുന്നുണ്ട്. പിന്നീട് 72ാമത്തെ മിനിറ്റിൽ ഇതുപോലെ തന്നെ ഫ്രണ്ടിലൊരു മൂവ്മെൻറ്റ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ഈ പറഞ്ഞ സ്ട്രൈക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതുവരെ ഇല്ലാതിരുന്നൊരു മൂവ്മെൻറ്റ് കുറച്ചുകൂടി ആ ഒരു പറഞ്ഞ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് വഴിയാണ്. വൈഡിൽ റൈറ്റ് ബാക്കിന് വന്ന് കിട്ടുമ്പോൾ ആ വൈഡിലെ സ്പേസ് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ ആ ഒരു സ്പേസ് സ്പോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് റൺ കൊടുക്കുന്ന ശ്രീകുട്ടൻ അവിടെ നിന്ന് കൃത്യമായ രീതിയിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിലും ആ ബ്ലോക്കിനെ മറികടന്ന് ആ ഒരു പന്ത് റിസീവ് ചെയ്യുന്നതും പിന്നീട് ഒരു ക്രോസിലേക്ക്
സ്പേസിലേക്ക് ആ ഒരു ബോൾ കൊടുക്കുന്നത് കാണാം. ക്രോസ് അത്ര വലിയ നല്ലൊരു ക്രോസ് ആയിട്ട് തോന്നില്ല, കാരണം നോവയെ ലക്ഷ്യം വെച്ചിട്ടാണ് ആ ഒരു ക്രോസ് കൊടുക്കുന്നത്. പക്ഷേ കുറച്ച് കൂടുതലായിട്ട് പോകുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു മെൻറ്റാലിറ്റി അവിടെ അദ്ദേഹം കാണിച്ച ഒരു പന്ത് റിസീവ് ചെയ്ത് അകത്തേക്ക് ഒരു ബോൾ അപ്പോഴും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 79ാമത്തെ മിനിറ്റിൽ വീണ്ടും പെപ്പറെ ഫൈൻഡ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് കാണാൻ പറ്റും. അവിടെയും ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈറ്റ് ആയുള്ള സ്പേസിൽ രണ്ട് പ്ലേയേഴ്സിനിടയിൽ നിൽക്കുന്ന പെപ്പറെ വളരെ നല്ല രീതിയിൽ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടാണ് ശ്രീകുട്ടൻ കണ്ടെത്തുന്നത്. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ പാസ് ഫൈൻഡിങ്, കുറച്ചുകൂടി ഇറങ്ങി നിന്നിട്ട് പാസ് കളിക്കാൻ പറ്റുന്ന ആ ഒരു മെൻറ്റാലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് 82ാമത്തെ മിനിറ്റിൽ കുറച്ചുകൂടി ഒരു സ്ട്രൈക്കേഴ്സ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു സെക്കൻഡ് ബോൾ, ഒരു ഹൈ ബോൾ വരുന്ന സിറ്റുവേഷനിൽ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ബോൾ, ഫസ്റ്റ് ബോൾ അതിനെ കിട്ടില്ല എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് ആ ഒരു നേരത്തെ പറഞ്ഞ ഒരു എക്സ്ട്രാ ഇൻറ്റൻഷനാണ്. ആ ഒരു സെക്കൻഡ് ബോൾ റിസീവ് ചെയ്യാൻ ഭാഗത്തിന് ആ ഒരു സെക്കൻഡ് ബോൾ വരാൻ ചാൻസ് ഉള്ള ആ ഒരു ഏരിയയിലേക്ക് മാറി നിന്ന് പന്ത് റിസീവ് ചെയ്യുന്ന ഒരു കാഴ്ച. എനിക്ക് തോന്നുന്നു അതിന് മുൻപ് പല സമയത്തും ഇതുപോലെ ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കിംഗ് സോണിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ഈ ടൈപ്പ് ഓഫ് ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഒരു മെൻറ്റാലിറ്റിയാണ് ആ മാച്ചിൽ നമുക്ക് എൻ്റയർ മാച്ചിൽ മിസ്സായിരുന്നത്. അതിവിടെ ശ്രീകുട്ടൻ കാണിച്ചിട്ട് ആ ഒരു സെക്കൻഡ് ബോൾ റിസീവ് ചെയ്ത് വിങ്ങിൽ നോവയെ കണ്ടുന്ന ഒരു മൂവ്മെൻറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം 86ാമത്തെ മിനിറ്റിൽ ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് മൂവ് എന്ന് പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ വീണ്ടും പാസ് ആ ഒരു സ്ഥലം കാണിച്ച് സ്പേസിലേക്ക് മാറി പാസ് കൊടുക്കാൻ പാകത്തിനൊരു പാത്ത് പ്ലെയറിനെ ഓപ്പൺ ആക്കി കൊടുത്ത് പന്ത് റിസീവ് ചെയ്യുന്നുണ്ട്. പന്ത് റിസീവ് ചെയ്തതിന് ശേഷം ആ ഒരു പന്ത് ഹോൾഡ് ചെയ്യുന്നതും പിന്നീട് തല പൊക്കി ഒരു പ്ലെയറിൻ്റെ റൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നതും ആ പ്ലെയറിനെ തന്നെ പ്ലേയേഴ്സിൻ്റെ ഗ്യാപ്പിലൂടെ പാസ് കൊണ്ട് ഫൈൻഡ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. ഈ ഏരിയാസിലൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൻറ്റർ ഫോർവേഡ്, ഒരു സ്ട്രൈക്കർ എന്ന് പറയുന്ന ഒരു ലേബിളിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം സ്റ്റൈൽ കൂടി ഇതിന് പറ്റും. പന്ത് കൈവശം വെക്കാൻ പറ്റുന്ന, ക്യാരി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാസുകൾ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഇതിനുണ്ടെന്നുള്ള സ്പാർക്ക് കാണിക്കുന്നത് ഈ ഏരിയാസിലേക്കാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൻറ്റർ ഫോർവേഡ് എന്ന് പറയുമ്പോൾ പൊതുവേ ഈ പറഞ്ഞ അവസരം കിട്ടാൻ ചാൻസ് കുറവാണെങ്കിലും ഇതുപോലെ കുറച്ചുകൂടി ഇറങ്ങി നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിലേക്കൊക്കെ കളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ മാച്ചിൽ മാത്രമല്ല നമ്മൾ റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെൻറ്റ് ലീഗിലെ കുറച്ച് മാച്ചസ് കണ്ടിരുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു എം എഫ് ടൈപ്പ് ഓഫ് ഇറങ്ങി നിന്നിട്ട് ഫ്രണ്ടിൽ പ്ലേയേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ത്രൂ ബോൾ ഒരുപാട് അങ്ങനെ ഒരു പ്ലേ മേക്കർ ആ ലേബലിൽ അങ്ങനെ ഒരുപാട് പാസുകളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും എവിടേക്കാ ഒരു സ്പാർക്ക്, ഈ പറഞ്ഞ പോലെ ഒരു എം എഫ് റോളിൽ കളിക്കാൻ പറ്റുന്ന, ഒരു ഡ്രോപ്പ് ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്ന, പാസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെൻറ്റർ ഫോർവേഡ് മാത്രം കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല എന്നുള്ളത് നമുക്ക് തീർത്ത് പറയാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം 90 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയി. ഇഞ്ചുറി ടൈമിലെ 4ാമത്തെ മിനിറ്റിലാണ് ആ മാച്ചിൽ ഒരു ഗോൾ ശ്രീകുട്ടൻ സ്കോർ ചെയ്യുന്നത്. ഹേസൂസിൽ നിന്ന് റിസീവ് ചെയ്യുന്നൊരു പന്ത് ലാസ്റ്റ് മാനായിട്ട് നിന്ന് ആ പ്ലേയേഴ്സിൻ്റെ ഗ്യാപ്പിലൂടെ വന്ന പാസ് പിക്ക് ചെയ്ത് നല്ലൊരു ഫിനിഷിങ്ങിലൂടെ ആ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസമായിട്ടുള്ള ഒരു ഗോളും അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു മാച്ചിൽ ശ്രീകുട്ടൻ കാണിച്ചിട്ടുള്ളത് ഒരു അറിയിപ്പാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയും കളിക്കാൻ പറ്റും എന്നുള്ളത് കോച്ചിനെ അറിയിക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ISL ആ ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ കിട്ടുക അല്ലെങ്കിൽ അവിടേക്ക് എത്താനുള്ള ഒരു ഇടവഴി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു പൊസിഷൻ ആയിരിക്കും ഒരു പക്ഷേ ശ്രീകുട്ടൻ ഈ പറഞ്ഞ ഒരു റൈറ്റ് വിങ്ങിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് ഡ്രോപ്പ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ടാല ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു അവസരം കൊടുത്തു. ആ മാച്ചിൽ അദ്ദേഹം നല്ല രീതിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ട് എന്താണോ അല്ലെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നന്നായിട്ട് ആ ഒരു മാച്ചിൽ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ അദ്ദേഹത്തിൻ്റെ മറ്റ് മാച്ചുകൾ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രൈക്കറായിട്ടുള്ള ചില മാച്ചുകളിൽ ഫിനിഷിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തന്നെ ബോധർ ചെയ്തത് പേസിൻ്റെ ആ ഒരു ഇഷ്യൂ ആണ്. കാരണം ഈ ത്രൂ ബോൾസൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ അദ്ദേഹം റൺസ് കാണിക്കുന്നുണ്ട്. ആ പ്ലേയേഴ്സിൻ്റെ ബാക്കിലുള്ള സ്പേസും ഈ പറഞ്ഞ പോലെ സൈഡ് വേസ് റൺസൊക്കെ വഴി പന്ത് റിസീവ് ചെയ്യാനുള്ള ശ്രമങ്ങളും ഇദ്ദേഹം നടത്തുന്നുണ്ട്. സ്പേസ് റെക്കഗ്നിഷൻ നന്നായിട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ഈ ചില സമയത്ത് 1v1 പേസ്, ഒരു പ്ലെയറിനെ ഓടി തോൽപ്പിക്കുക, ഫിസിക്കലി ബീറ്റ് ചെയ്യുക, ആ ഏരിയാസിലേക്ക് അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്നതും ഒരു ഏരിയ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആസ് ഓഫ് നൗ ഈ പറഞ്ഞ പോലെ ഒരു യങ് സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു യങ് പ്ലെയർ എന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ അതിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ പറഞ്ഞ മൂവ്മെൻറ്റ്സ് ഒക്കെ ധാരാളമാണ്. അതിൻ്റെ വിഷൻ, അതിൻ്റെ പാസിങ്, ചില പന്തുകൾ, പ്രത്യേകിച്ച് ആ ഹേസൂസിലേക്ക് കൊടുത്ത പന്തുകളൊക്കെ അതിന് വളരെ നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ ആ ഒരു മെയിൻ ടീമിലേക്ക് എത്താനും അവിടെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാക്കാനും പെർഫോമൻസ് കൊണ്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനും ശ്രീകുട്ടനെ സാധിക്കേണ്ടതുണ്ട്. അതിന് സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു മാച്ച് കണ്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ശ്രീകുട്ടൻ്റെ മറ്റ് മാച്ചുകൾ കണ്ടുള്ള ഒരാളാണെങ്കിൽ അതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.